ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തരം ഫുഡ് ഐറ്റംസ് ആണ്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കഴിക്കുന്നതാണ്. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാണ്. ഇവിടെ ഞാൻ ഉണക്ക ചക്ക കൊണ്ടാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. അതിനായി നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഉണക്കിയിട്ട് കൊണ്ടുവന്നിരുന്നു. അത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിനെടുത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചത്. തിളച്ച വെള്ളം ഒഴിച്ച് ഏകദേശം 1 മണിക്കൂർ നേരം അത് കുതിരാൻ വെച്ചു. അതിനുശേഷം ഒരു ജാറിൽ നമ്മൾ ആവശ്യത്തിന് തേങ്ങയും വെളുത്തുള്ളി, ചെറുജീരകം, പിന്നെ കാന്താരിമുളക് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലാത്ത മുളകും എടുക്കുക ആവശ്യക്കാർക്ക്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അത് മിക്സ് ചെയ്യണം. നാട്ടിൽ നമ്മൾ കഴിക്കുന്ന ചക്കപ്പുഴുക്കിൻ്റെ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടാണിത് ഇങ്ങനെ ചെയ്യുന്നത്. നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്കും ആ സീസണിൽ പോകുന്നവർക്ക് ഇങ്ങനെ ഉണക്കി കൊണ്ടുവന്ന് ഏകദേശം ഒരു 6-7 മാസമൊക്കെ ഇത് ഇരിക്കും കേട്ടോ. ഞാൻ അത്ര നാൾ വെച്ചിരുന്നു. അത് കൂടുതൽ ഇരിക്കുമായിരിക്കും. ഇത് ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നില്ല. നല്ല കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അത് നമ്മൾ എന്നിട്ട് ആ അരപ്പ് അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 1-2 വിസിൽ അടുപ്പിക്കുക. ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഉണക്കക്കപ്പ പുഴുങ്ങുന്ന അതേ മോഡലിൽ തന്നെ കേട്ടോ. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ബീഫ് കറിയും കൂടെ ഞാൻ ഉണ്ടാക്കി. ബീഫ് കറിയും പിന്നെ കുറച്ച് സലാഡും എല്ലാം കൂടെ ഉണ്ടാക്കി നല്ലൊരു ടേസ്റ്റിയായ ഫുഡ് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ചു. നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്ന കേട്ടോ. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരിക. അധികം വെയിറ്റ് ഒന്നുമില്ല ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.